Welcome back to Exact English. This is Rajesh Devi. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും ഇംഗ്ലീഷ് ഗ്രാമർ വിഭാഗത്തിൽ നിന്നും പ്രപ്പോസിഷൻ എന്ന ടോപ്പിക്കാണ്. ഇൻ എന്ന പ്രപ്പോസിഷന്റെ ഉപയോഗത്തെ പറ്റിയും അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതിനെ പറ്റിയുമാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ടും നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നിന്റെ ഓരോ ഉപയോഗത്തെ പറ്റിയും പഠിക്കാം. ആദ്യം തന്നെ ഉള്ളിൽ അല്ലെങ്കിൽ അകത്ത് എന്ന അർത്ഥത്തിൽ നമ്മൾ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഉള്ളിൽ അല്ലെങ്കിൽ അകത്ത് എന്ന അർത്ഥത്തിൽ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ദ ബോൾ ഈസ് ഇൻ ദ ബോക്സ്. ദ ബോൾ ഈസ് ഇൻ ദ ബോക്സ്. ബോൾ ബോക്സിനുള്ളിലാണ്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഇൻ ഉപയോഗിക്കുന്നു. അടുത്തത് ലാർജ് ടൗൺസ്, സിറ്റീസ്, ഡിസ്ട്രിക്ട്സ്, സ്റ്റേറ്റ്സ് ആൻഡ് കൺട്രീസ് എന്നിവയുടെ മുൻപിലായിട്ട് നമ്മൾ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ്? ലാർജ് ടൗൺസ്, സിറ്റീസ്, ഡിസ്ട്രിക്ട്സ്, സ്റ്റേറ്റ്സ് ആൻഡ് കൺട്രീസ്. ഇവയുടെ മുൻപിൽ ഇൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഷി ലീവ്സ് ഇൻ കൊച്ചി. ഹി ഈസ് ഇൻ മുംബൈ. ഐ മീൻ ഇന്ത്യ. അടുത്തത് ഹൗസ് അല്ലെങ്കിൽ റെസിഡൻസ് എന്നിവയുടെ മുൻപിൽ ഇൻ ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ്? ഹൗസ്, റെസിഡൻസ് ഇവയ്ക്ക് മുൻപിൽ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഹി ലീവ്സ് ഇൻ എ ഫ്ലാറ്റ്. ഐ ലീവ് ഇൻ എ മോഡേൺ ഹൗസ്. അടുത്ത ഉപയോഗം മാസങ്ങളുടെയും വർഷങ്ങളുടെയും മുൻപിൽ ഇൻ ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ്? മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുൻപിൽ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഐ വാസ് ബോൺ ഇൻ ജൂൺ. അല്ലെ, ജൂൺ മാസത്തിൽ ജനിച്ചു. ജൂൺ എന്നുള്ള മാസമല്ലേ? അപ്പോൾ ഐ വാസ് ബോൺ ഇൻ ജൂൺ. ഹി വാസ് ബോൺ ഇൻ 1983. 1983 ജനിച്ചു എന്ന് പറയുമ്പോൾ 1983 ഒരു വർഷമാണ്, അല്ലേ? അപ്പോൾ മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുൻപിൽ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. അടുത്തത് ഒരു വർക്ക് പ്ലേസിന് മുൻപിൽ ഇൻ ഉപയോഗിക്കുന്നു. ഒരു വർക്ക് പ്ലേസിന് മുൻപിൽ ഇൻ ഉപയോഗിക്കുന്നു. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, അതൊരു ബിൽഡിംഗ് ആണെങ്കിൽ മാത്രം. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം, അതിന് മുമ്പിൽ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എന്താണ്, അതൊരു ബിൽഡിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഇൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, മൈ സിസ്റ്റർ വർക്ക്സ് ഇൻ എ ബാങ്ക്. ഹി വർക്ക്സ് ഇൻ ആൻ ഓഫീസ്. അപ്പോൾ ഈ ബാങ്കും ഓഫീസ് എന്നൊക്കെ പറയുന്ന ഒരു ബിൽഡിംഗ് ആണെങ്കിൽ മാത്രമേ, അത് അതിനുള്ളിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പാടുള്ളൂ, ഈ ഇൻ എന്ന പ്രപ്പോസിഷൻ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ വർക്ക് പ്ലേസിന് മുമ്പിൽ ഇൻ ഉപയോഗിക്കാം. പക്ഷേ ആ കണ്ടീഷൻ എന്താണ്, അതൊരു ബിൽഡിംഗ് ആണ്, അതിനുള്ളിലായിരിക്കും, അല്ലേ? ഒരു ബിൽഡിംഗ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻ എന്ന പ്രപ്പോസിഷൻ അവിടെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ വർക്ക് പ്ലേസ് ഒരു ബിൽഡിംഗ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇൻ ഉപയോഗിക്കരുത്, പകരം ഓൺ എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വർക്ക് പ്ലേസ് ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ഇൻ ഉപയോഗിക്കുക, ബിൽഡിംഗ് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഓൺ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, മൈ ഫാദർ ഈസ് എംപ്ലോയ്ഡ് ഓൺ ദ റെയിൽവേ. അടുത്തത് ഒരു പ്രവൃത്തി പൂർത്തിയാക്കുന്ന കാലയളവിനെ സൂചിപ്പിക്കുവാൻ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഒരു പ്രവൃത്തി നമ്മൾ ഇതിന്റെ നിശ്ചിത സമയത്തിനുള്ളിൽ, അല്ലേ? അപ്പം അങ്ങനെ ഒരു കാലയളവിനെ സൂചിപ്പിക്കുവാൻ, ആ പ്രവൃത്തി പൂർത്തിയാക്കുന്ന, കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുവാൻ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക് ഇൻ ആൻ അവർ. ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ വർക്ക് ഇൻ ആൻ അവർ. അടുത്തത് നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളായ കാർ, ഓട്ടോ, ടാക്സി എന്നിവയുടെ മുൻപിൽ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് വന്നാൽ ഇൻ ഉപയോഗിക്കുക. കാർ, ഓട്ടോ, ടാക്സി എന്നിവയുടെ മുൻപിൽ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് വന്നാൽ ഇൻ ഉപയോഗിക്കുക. അപ്പോൾ ഏതാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ്? ഹെർ, ഹിസ്, മൈ, ദയർ എറ്റ്സെട്ര. ഫോർ എക്സാമ്പിൾ, ഷീ കെയിം ഹിയർ ഇൻ മൈ കാർ. ഷീ കെയിം ഹിയർ ഇൻ മൈ കാർ. അവിടെ മൈ കാർ, ആ മൈ വന്നതുകൊണ്ടാണ്, പൊസസീവ് അഡ്ജക്റ്റീവായ മൈ വന്നതുകൊണ്ടാണ് അവിടെ ഇൻ ഉപയോഗിക്കാൻ കാര്യം. ഷീ കെയിം ഹിയർ ഇൻ മൈ കാർ. അടുത്തത് ദേ റീച്ച്ഡ് ഹിയർ ഇൻ ഹിസ് ടാക്സി. ദേ റീച്ച്ഡ് ഹിയർ ഇൻ ഹിസ് ടാക്സി. അവിടെ ഹിസ് വന്നുകൊണ്ടാണ് ഇൻ ഉപയോഗിക്കാൻ കാരണം. അല്ലെങ്കിൽ അവിടെ ഇൻ ഉപയോഗിക്കാൻ പാടില്ല, അവിടെ ഹിസ് എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് വന്നുകൊണ്ടാണ് ഇൻ ഉപയോഗിക്കുവാൻ കാരണം. അടുത്തത് ഒഫീഷ്യൽ സ്ഥാപനങ്ങൾ, വകുപ്പുകൾ എന്നിവയ്ക്ക് മുൻപിൽ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ്? ഒഫീഷ്യൽ സ്ഥാപനങ്ങൾ, വകുപ്പുകൾ. ഫോർ എക്സാമ്പിൾ, ഷീ വർക്ക്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്.
അതൊരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ അല്ലേ? അപ്പൊ അതിന് മുമ്പിൽ എന്ത് ഉപയോഗിക്കുന്നു? ഇൻ ഉപയോഗിക്കുന്നു. ഷീ വർക്ക്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് ഒരു വാസസ്ഥലത്തെ സൂചിപ്പിക്കുവാൻ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഒരു വാസസ്ഥലത്തെ സൂചിപ്പിക്കുവാനായിട്ട് നമ്മൾ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ബേർഡ്സ് ലിവ് ഇൻ നെസ്റ്റ്, monkeys live in trees. അതല്ലേ, അതെല്ലാം വാസസ്ഥലമല്ലേ? ബേർഡ്സ് എവിടെയാണ് താമസിക്കുന്നത്? നെസ്റ്റിലാണ് താമസിക്കുന്നത് അല്ലേ? അതല്ലെങ്കിൽ മങ്കീസ് ട്രീസിലാണ് താമസിക്കുന്നത്. എല്ലാം വാസസ്ഥലത്തെ സൂചിപ്പിക്കുവാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. അടുത്തത് ഷേപ്പ്, കളർ, സൈസ് എന്നിവയെ സൂചിപ്പിക്കുവാനായിട്ട് ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. അതൊക്കെയാണ് ഷേപ്പ്, കളർ ആൻഡ് സൈസ് എന്നിവയുടെ മുൻപിലായിട്ട്, എന്നിവയെ സൂചിപ്പിക്കുവാനായിട്ട് നമ്മൾ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ടുഡേ ഷീ ഈസ് ഇൻ റെഡ് സാരി. അവിടെ റെഡ് സാരിയുടെ കളറാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ കളറെ സൂചിപ്പിക്കുവാൻ ഇൻ ഉപയോഗിക്കുന്നു. മറ്റൊരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ സ്റ്റുഡൻസ് സ്റ്റൂഡ് ഇൻ എ സർക്കിൾ. അപ്പം വിദ്യാർത്ഥികൾ ആ സർക്കിൾ ഷേപ്പിൽ നിന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ സർക്കിൾ എന്നുള്ള എന്താണ്? ഒരു ഷേപ്പ് അല്ലേ? അപ്പോൾ എന്താണ്? കളർ, ഷേപ്പ് എന്നിവയെ സൂചിപ്പിക്കുവാനായിട്ട് ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. അടുത്തത് ബിലീഫ്, ഫീലിംഗ്, ഇൻട്രസ്റ്റ് എന്നിവയെ സൂചിപ്പിക്കുവാനായിട്ട് നമ്മൾ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ബിലീവ്, ഫീലിംഗ്സ്, ഇൻട്രസ്റ്റ് എന്നിവയെ സൂചിപ്പിക്കുവാൻ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗാംബ്ലിംഗ്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗാംബ്ലിംഗ്. എനിക്കെന്താണ്? ഗാംബ്ലിംഗിൽ താല്പര്യമില്ല എന്നുള്ള താല്പര്യത്തെ സൂചിപ്പിക്കുകയല്ല അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ? ഐ ബിലീവ് ഇൻ ദ നെക്സ്റ്റ് ലൈഫ്. ഐ ബിലീവ് ഇൻ ദ നെക്സ്റ്റ് ലൈഫ്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇന്നിൻ്റെ ഉപയോഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.